അക്ഷയ്, റഡാറിൽ ഈ ദൃശ്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. റഡാറിൽ ഇപ്പോൾ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞ് നിൽക്കുന്നു, അതിനിടയിൽ കൂടി നീർച്ചാലുകളുണ്ട്. ഇത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ വലിയ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞ് നിൽക്കുന്നു, അതിനിടയിൽ കൂടി നീർച്ചാലുകളുണ്ട്. ഇത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ വലിയ വെല്ലുവിളി എന്നുള്ള രീതിയിൽ ആദ്യം മുതൽ തന്നെ പറഞ്ഞു കേട്ടിരുന്നത്. നിലവിൽ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇപ്പോൾ MLA ഈ സിഗ്നൽ കാണിച്ച ഒരു പ്രദേശത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. ട്രെയിനിൽ കയറി അവിടെ ആ ഭാഗത്താണെന്ന് തോന്നുന്നു സിഗ്നൽ കണ്ടെത്തിയത്. ഏതായാലും ആ ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ആ ട്രെയിനിൽ കാണുന്ന ഭാഗത്ത് അവിടെയാണ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഇടപെടുകയാണ്. പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കട്ടെ. ഇത് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ഏറ്റവും തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ അഗോളയിലെ ഷുരൂരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. ഇതാ സംഭവ സ്ഥലമാണ്. നിലവിൽ ലോറി കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ റഡാറിൽ ലോറി എവിടെയാണോ സ്പോട്ട് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ദൃശ്യങ്ങളാണ്. താഴെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ മാർഗം MLA ഇതാ മുകളിലേക്ക് കയറി ആ സ്പോട്ട് ചെയ്ത സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് വിവരം ലഭ്യമായിട്ടുള്ള അതേ സ്ഥലം, റഡാറിൽ എവിടെയാണോ ആ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്, ആ കാഴ്ച പതിഞ്ഞിരിക്കുന്നത്, അവിടെയാണിപ്പോൾ MLA എത്തിയിരിക്കുന്നത്. സ്ഥലം MLA ക്രെയിൻ മാർഗം അദ്ദേഹത്തെ മുകളിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായും മണ്ണിടിഞ്ഞ് കിടക്കുകയാണ് അവിടെ. ഏതൊരു സമയത്തും ഇനിയൊരു മഴ ഉണ്ടായാൽ വരെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് അവിടെ ഉള്ളത്. ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്ത് നിലവിൽ തെരച്ചിൽ നടക്കുന്ന, മണ്ണ് മാന്തി തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തത്സമയ വിവരങ്ങൾ നൽകാനായി KB ശ്രീധരനും രാഹുൽ KVയും ഉണ്ട്. ശ്രീധരൻ, ഞാൻ ദൃശ്യങ്ങളെ പറ്റി കൂടി സൂചിപ്പിക്കുകയായിരുന്നു പ്രേക്ഷകരോട്. ഇപ്പോൾ MLA ഇറങ്ങി നിൽക്കുന്ന സ്ഥലം നമുക്ക് കാണാം. അവിടെയായിട്ടാണോ ലോറി ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ലോറി തന്നെയാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഥലത്തു നിന്നാണ് സിഗ്നൽ കണ്ടെത്തിയത്. സിഗ്നൽ ലഭിച്ചത് ഈ ഭാഗത്തു നിന്നാണ്. ഇവിടെയുള്ള മണ്ണാണ് ഇനി മാറ്റേണ്ടത്. ഈ മണ്ണും അതുപോലെ തന്നെ ദൃശ്യത്തിൽ കാണാം പാറക്കൂട്ടങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഈ മണ്ണിനടിയിലൂടെ വലിയ തോതിൽ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് വരുന്നുണ്ട്. അധികം അടുത്തേക്ക് പോയി ഷൂട്ട് ചെയ്യാനുള്ള ഒരു അപകട സാധ്യത മുൻനിർത്തി അങ്ങോട്ട് അധികം പോകുന്നില്ല. ഏതായാലും ഈ മണ്ണ് ഇടിഞ്ഞ പ്രദേശം നോക്കൂ, ഏതാണ്ട് വളരെ വലിയ അളവിൽ കുന്ന് ഇടിഞ്ഞ് ഈ റോഡിന്റെ ഭാഗത്തേക്ക് വീണിരിക്കുകയാണ്. രണ്ട് വശത്തേക്കും ഇങ്ങനെ കുന്നിടിഞ്ഞ് വീണിട്ടുണ്ട്. ഈ മണ്ണ് മുഴുവൻ തൊട്ടപ്പുറത്താണ് ഗംഗാവാലി പുഴയുള്ളത്. ഈ പുഴയുടെ ഭാഗത്ത് വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. പുഴയിലേക്ക് മണ്ണ് കുത്തിയൊലിച്ച് പോയിട്ടുണ്ട്. ഏതായാലും വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞ് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. ലോറിയാണോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ റഡാർ സംവിധാനത്തിൽ കൃത്യമായിട്ടുള്ള സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നിലവിൽ വ്യക്തതയുണ്ട്. അത് ലോറിയാണ് എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് പോലീസ് സംഘവും രക്ഷാപ്രവർത്തകരൊക്കെ ഉള്ളത്.